അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി ഇബാദില്ലാഹി സ്വലീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ഇന്നത്തെ സൂര്യാസ്തമാനത്തോടു കൂടി നമ്മിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്ന ദിവസമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച രാവാണ് നമ്മിലേക്ക് ഏതാനും സമയങ്ങൾ കൊണ്ട് കടന്നു വരുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും എല്ലാ പുണ്യങ്ങളും സ്വായത്തമാക്കാനും കരസ്ഥമാക്കാനും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരെ കേട്ടോളൂ. പരിശുദ്ധ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യർ പ്രസന്റ് ചെയ്യുന്നത് ഇപ്രകാരമാണ്. എന്താണ് ഹദീസ്? മഹാനവറുകൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ, മാലാകന്മാർ, തീർച്ചയായിട്ടും സ്പെഷ്യലായിട്ടുള്ള മാലാകന്മാർ, അവർ വാനലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമത്രേ. തീർച്ചയായിട്ടും അവർ കടന്നു വരുമ്പോൾ സ്വർണത്തിൽ ചാലിച്ചിട്ടുള്ള സ്വർണ്ണ കലം പേന അവരുടെ കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ കുറച്ച് കിതാബുകളും ഉണ്ടാവും, ഏടുകളും ഉണ്ടാവും. ആ ഏടുകൾ, അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വെള്ളി നിറത്തിലായിരിക്കും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സ്വർണത്തിൽ ചാലിച്ചിട്ടുള്ള പേനയും അതുപോലെ തന്നെ അവരുടെ വെള്ളി നിറത്തിലുള്ള ഏടുകളുമായിട്ട് അവർ വിശ്വാസിനികളുടെ ചാരത്തേക്ക് കടന്നു വരുമത്ര. എന്തിനാണ്? തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ വ്യാഴാഴ്ച ദിവസവും അതുപോലെ തന്നെ ഈ നമ്മിലേക്ക് വരാനിരിക്കുന്ന പരിശുദ്ധമായ ആ വെള്ളിയാഴ്ച രാവിൻ്റെയും ആ സുദിനത്തിൽ, ആ ഒരു സമയത്ത് ആരൊക്കെയാണോ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ വാനലോകത്തിൽ നിന്ന് നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുന്നത്. അതിനാൽ തന്നെ സ്വലാത്ത് കുറിക്കാൻ വേണ്ടി, സ്വലാത്ത് എഴുതാൻ വേണ്ടിയിട്ടല്ല അവർ ഏടുമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മറിച്ച് ആരാണോ സ്വലാത്ത് കൂടുതൽ ധാരാളം വർദ്ധിപ്പിക്കുന്നത്, ചൊല്ലുന്നത്, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരാണോ സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നത്, ആരാണോ വർദ്ധിപ്പിക്കുന്നത്, അവരുടെ പേര് ആ ഏടിൽ സ്വർണ്ണലിപിയോടെ കൊത്തിവെക്കാൻ, കുറിച്ചു വെക്കാനാണ് അവർ നമ്മളിലേക്ക് സമാഗതമാവുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യം, പൊരുത്തം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒന്നാണ് സ്വലാത്ത് എന്നത്. മറ്റുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പോരായ്മകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും കാരണത്താൽ അനിഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ അവനെക്കുറിച്ച് കുറ്റവും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതിലൂടെ നമുക്ക് നഷ്ടമാവുമെങ്കിലും തീർച്ചയായിട്ടും സ്വലാത്ത് അത് ആ ഒരു വ്യക്തിക്ക് തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സ്വലാത്ത് മറ്റൊരാൾക്ക് നമ്മൾ ഭാഗിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഓഹരി വെച്ച് കൊടുക്കേണ്ടയോ ആവശ്യകത വരുന്നില്ല.
ആരാണോ സ്വലാത്ത് കൂടുതൽ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുന്നത് അത് അവരുടെ റെക്കോർഡിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും, സീൽ വെക്കപ്പെടും. അതിനുശേഷം സീൽ വെച്ചതിൻ്റെ ശേഷം അത് ക്ലോസ് ചെയ്യും. എന്നിട്ട് മഹ്ശറിൽ വന്നതിൻ്റെ ശേഷം ആരാണോ സ്വലാത്ത് കൂടുതൽ ധാരാളമായി വർദ്ധിപ്പിച്ചത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പുണ്യം, പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹ്ശറ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ സ്വലാത്ത് എന്നത് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന്, മറ്റുള്ള കർമ്മങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തവും അതുപോലെ തന്നെ അത് ആരാണോ ചൊല്ലുന്നത് അവർക്കുള്ളതുമാണ്. അത് നമ്മൾ മറ്റൊരാളുടെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മിൽ നിന്ന് നഷ്ടമാവുന്നതല്ല. അതിനാൽ തന്നെ തീർച്ചയായിട്ടും എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലൽ സുന്നത്തുള്ളതാണ്. എന്നാൽ പരിശുദ്ധമായ വ്യാഴാഴ്ച ദിവസവും അതുപോലെ തന്നെ അതിനോട് കൂടെ വരുന്ന വെള്ളിയാഴ്ച രാവും അതിൽ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ നമ്മളുടെ സമീപത്തേക്ക് അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ മലക്കുകൾ കടന്നു വരുന്നത് ആരാണോ കൂടുതൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരാണോ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നത് ചൊല്ലുന്നത് അവരുടെ പേര് ആ ഏടിൽ സ്വർണ്ണലിപി കൊണ്ട് കുറിച്ചു വെക്കാൻ, രേഖപ്പെടുത്താനാണ് അവർ നമ്മളിലേക്ക് സമാഗതമാവുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളും ഞാനും അടക്കം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിരന്തരം നമ്മൾ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി തയ്യാറാകണം. കാരണം പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നമുക്ക് നേട്ടങ്ങൾ മാത്രമേ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും സ്വലാത്ത് ഒരു പ്രചോദനമാണ്. അതുപോലെ തന്നെ അതൊരു മനസ്സിനൊരു സന്തോഷവും തൃപ്തിയുമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്താനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും സ്വലാത്ത് കൊണ്ട് തന്നെ മതിയാവും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ പോലും വ്യാഴാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും അത് സ്പെഷ്യലാണ്, കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിനമാണ്. അതിനാൽ തന്നെ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലിയ ആ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്നത്. മറ്റുള്ള ദിനങ്ങളിലെല്ലാം മലക്കുകൾ മുഖേനയാണെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ആരാണോ സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ആ പ്രവർത്തനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് റെക്കോർഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന വ്യക്തിയുടെ മകനാണ് ഇത്ര സ്വലാത്ത് ചൊല്ലുന്നത് നേരിട്ട് വ്യക്തമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് കുഞ്ഞു സ്വലാത്താണ്. തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, മഹാന്മാറുകളെല്ലാം അവരുടെ റെക്കോർഡുകളിൽ അവരുടെ ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നത് 1000 ദിവസം 70 മലക്കുകൾ ഇതിൻ്റെ പ്രതിഫലം എഴുതിയാലും തീരുകയില്ല എന്ന. കാരണം അവരുടെ എഴുതി അവരുടെ കൈ തഴബാനാവും, ക്ഷീണിച്ചു പോകും. അതായത് ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 1000 പ്രഭാതത്തിൽ 70 മലക്കുകൾ ഇതിന്റെ നന്മ എഴുതിയാലും തീരില്ല, അവർ ക്ഷീണിച്ചു പോകുമെന്നാണ് ഹദീസിൽ കാണാനുള്ളത്. അത്രത്തോളം മഹത്വവും അത്രത്തോളം പ്രതിഫലവുമുള്ള സ്വലാത്താണ് ഈ ഒരു കുഞ്ഞു സ്വലാത്ത്. സിമ്പിളായിട്ട് നമുക്ക് മനഃപ്പാടമാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പറ്റുന്ന ഒരു കുഞ്ഞു സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അൽഹംദുലില്ലാ ഒരുപാട് ഖൈറുകളും നന്മകളുമാണ് നമുക്ക് ജീവിതത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സ്വലാത്ത് 300-ൽ കുറയാതെ നമ്മൾ ചൊല്ലാൻ വേണ്ടി സാധിക്കണം.
300 കൂടിയാൽ അൽഹംദുലില്ലാ നൂറുൻ അലാ നൂറാണ്. അതിനാൽ 300 കുറയാതെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച സുദിനത്തിലും പ്രത്യേകിച്ച് നമ്മൾ 300 കുറയാതെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ ആ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ആ സ്വലാത്ത് ഇപ്രകാരമാണ്: ജസാ അല്ലാഹു അന്നാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലു. എന്താണ് ഈ സ്വലാത്ത്? ജസാ അല്ലാഹു അന്നാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലു. ജസാ അല്ലാഹു അന്നാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ അഹ്ലു. എന്താണ് ഇതിന്റെ അർത്ഥം? ജസാ അല്ലാഹു, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണമേ, പ്രതിഫലം നൽകണമേ, കൂലി നൽകണമേ. അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന ഞങ്ങളെ തൊട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങൾ കാരണമായിട്ട് ഞങ്ങളെ തൊട്ട് നീ എന്ത് ചെയ്യണം? പ്രതിഫലം നൽകണം, അനുഗ്രഹം ചെയ്യണം. എത്ര? ബിമാ ഹുവ അഹ്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സ്ഥാനത്തിലാണോ അർഹതപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സ്ഥാനത്തിലാണോ ഉള്ളത് അർഹതപ്പെടുത്തുന്നത്, അതിൻ്റെ സ്ഥാനത്തിൻ്റെ അർഹതയുടെ ആദരവിൻ്റെ അളവിൻ്റെ കണക്കനുസരിച്ച് ഞങ്ങൾ കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്യണമേ, പ്രതിഫലം നൽകണമേ എന്നതാണ് ഈ പരിശുദ്ധമായ ഈ ഒരു കുഞ്ഞു സ്വലാത്തിൻ്റെ അർത്ഥം. ജസാ അല്ലാഹു, അല്ലാഹുവേ നീ പ്രതിഫലം നൽകണം, അന്ന ഞങ്ങളെ തൊട്ട് ഞങ്ങൾ കാരണമായിട്ട്. ആർക്ക്? ജസാ അല്ലാഹു അന്നാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങൾ കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിയണമേ, പ്രതിഫലം നൽകണമേ എന്നതാണ് ഈ പരിശുദ്ധമായ ഈ കുഞ്ഞ് സ്വലാത്തിൻ്റെ അർത്ഥം. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ കുഞ്ഞു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ എല്ലാം ഉൾപ്പെടും. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ മറ്റൊരു അന്യമതസ്ഥത്തിലുള്ള ആളെ സഹായിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതുന്നത്, നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ അയൽവാസികൾക്ക് സഹായം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതര മതത്തിലുള്ള ആളുകൾക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഇത് ഉൾപ്പെടും എന്നതാണ് ഇതിൻ്റെ വസ്തുത. ഇതെല്ലാം എവിടുന്നാണ് വരുന്നത്? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് വിശ്വാസിനികളായ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അതരത്തിലൂടെ നുകർന്നു തരുന്ന ആ ഒരു അറിവ്, ആ വിജ്ഞാനമാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ആ കരങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്ന ആ ഒരു വിജ്ഞാനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് ഏൽപ്പിച്ചു തന്ന ആ ഒരു വിജ്ഞാനമാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാവർത്തികമാക്കുന്നത്. അതിനാൽ തന്നെ ഈ കുഞ്ഞു സ്വലാത്ത് നമ്മൾ ചെല്ലുന്നതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കും. പ്രിയരെ, നമ്മൾ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. മാനസികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ശാരീരികമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളെല്ലാം നീങ്ങാൻ ഈ പരിശുദ്ധമായ സ്വലാത്ത് കാരണമാകും. എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത? ഈ കുഞ്ഞു സ്വലാത്ത് ഒരു തവണ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ചെല്ലുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ റെക്കോർഡ് മലക്കുകൾ, മാലാകന്മാർ 70 മലക്കുകൾ 1000 പ്രഭാതത്തിൽ ഇതിൻ്റെ കൂലി എഴുതാൻ വേണ്ടി തയ്യാറാകുമെന്നാണ്, മത്സരിക്കുമെന്നാണ് ഹദീസുകളിലുള്ളത്. അവർ എഴുതി ഇതിൻ്റെ കൂലി എഴുതി താഴ്ബാനാകും, ക്ഷീണിച്ചു പോകും എന്ന് വരെ ഹദീസിലുണ്ട്. അതായത് ഇതിൻ്റെ കൂലി എഴുതി അവർ ക്ഷീണിതരാകും എന്ന് പോലും ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും അത്രത്തോളം പവറുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത്. ഈ വ്യാഴാഴ്ച ദിവസം മാത്രമോ അല്ലെങ്കിലോ വെള്ളിയാഴ്ച ദിവസം മാത്രമോ അല്ല ഇതിൻ്റെ പ്രത്യേകത. ഇതെല്ലാ ദിവസവും ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം മാത്രം ചൊല്ലേണ്ട ഒരു സ്വലാത്തല്ല. എല്ലാ ദിവസവും ഈ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ഈ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഒരു തവണ ചെല്ലുമ്പോൾ തന്നെ 70 മലക്കുകൾ 1000 പ്രഭാതത്തിൽ, 1000 സുപ്രഭാതത്തിൽ, 1000 സുബഹിൽ നന്മകൾ എഴുതാൻ വേണ്ടിയിട്ട് മത്സരിക്കുമെന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിച്ചാൽ അറിയാം എത്രത്തോളം ഇതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ എത്രത്തോളം ഇതിൻ്റെ നന്മ
ഉണ്ട് എന്നത് ഈ സ്വലാത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവും. അതിനാൽ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും ഈ ദുനിയാവിൽ ഈ സൃഷ്ടിച്ചിട്ടുള്ള ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള വിശ്വാസിനികളുടെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം അനുസരിച്ച് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണമേ എന്നാണ് നമ്മൾ ഈ സ്വലാത്തിലൂടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ നമുക്ക് കരസ്ഥമാക്കാനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ അവരുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാനും പിന്നെ അതുപോലെ തന്നെ സ്വർഗം പുൽകാനുമെല്ലാം ഈ സ്വലാത്ത് കാരണമാകും. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും ഈ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നിസ്കാരവും നോമ്പൊന്നും ഇല്ലാത്ത ആളുകൾ ഈ സ്വലാത്ത് ചെല്ലിയാൽ എന്താണ് ഗുണമുണ്ട് പ്രിയരെ. കാരണം ഈ സ്വലാത്ത് നിരന്തരമായി ചൊല്ലുമ്പോൾ ഒരാൾക്കും ഒരു തെറ്റിലേക്കും പോകാൻ സാധിക്കില്ല. ഈ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ അവരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലൊരു ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സ്വലാത്തിലൂടെ അവർക്ക് തെറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. തെറ്റിലേക്ക് പ്രവേശിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിന് ആ ഒരു മാറ്റം ഉണ്ടാവുകയും തീർച്ചയായിട്ടും നന്മയുടെ വഴിയിലേക്ക് അവൻ സഞ്ചരിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും മറ്റുള്ള സൽക്കർമ്മങ്ങളാണെങ്കിലും നന്മകളെല്ലാം ഈ സ്വലാത്തിലൂടെ കൈവരിക്കാൻ സാധിക്കുമെന്നതാണ് ചുരുക്കം പറഞ്ഞാൽ. അതിനാൽ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായിട്ടും വിശ്വാസിനികളായിട്ടുള്ള എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഇന്ന് ഈ സ്വലാത്ത് ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ജസല്ലാഹു അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ അഹ്ലു. സിമ്പിളാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് മിനിറ്റ് വേണ്ട, സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 10 എണ്ണം ചൊല്ലി തീർക്കാൻ സാധിക്കും. അതിനാൽ തന്നെ 300-ൽ കവിയാതെ എല്ലാവരും ഈ സ്വലാത്ത് ചെല്ലണമെന്നാണ് എന്നെയും നിങ്ങളെയും എനിക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ആ ഒരു ആരൊക്കെ ചൊല്ലി എന്നുള്ളത് രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. തീർച്ചയായിട്ടും ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ഒരുപാട് ഖൈറുകളും നന്മകളും നമുക്ക് കൈവരിക്കാനും സ്വായത്തമാക്കാനും സാധിക്കുമെന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ നമ്മുടെ പ്രയാസകരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീങ്ങാൻ ഈ സ്വലാത്ത് കാരണമാകും. അതിനാൽ തന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിരന്തരം ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അൽഹംദുലില്ലാ നമുക്ക് നേട്ടങ്ങൾ മാത്രമേ കൈവരിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, നമ്മളെ രോഗങ്ങളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളാണ്. അതെല്ലാം അകലാനും നീങ്ങാനും മനഃശാന്തിക്കും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ സ്വലാത്ത് നിത്യജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്ത് കൊണ്ട് വിജയിപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച സുദിനത്തിലും വ്യാഴാഴ്ച സുദിനത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളായ നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ഉറ്റവർ ഉടയവർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖബറിൽ വല്ല അദാബുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ പോരിശയായ ഈ സുദിനത്തിൻ്റെ ഈ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് എല്ലാ അദാബുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി ഖബറിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും ഈ പവിത്രമായ രാവിൻ്റെ ഹക്ക് ജാവ് ബർക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം മാറ്റി മനസ്സിനും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഇസ്ലാമിക് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാഹദാവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഈ വിനിതവനും കുടുംബത്തിനു വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന ശുഭപ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നന്മയിൽ ഭാഗവാക്കാവുക.